ഗുഡ് മോർണിംഗ്, രജിത ബാലു ആണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ സദ്യ സ്പെഷ്യലൊക്കെ ആയിട്ട് വെക്കണ കാളൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഏത് തുടക്കക്കാർക്കും വെക്കാവുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോഴേ ഇന്ന് ഞാൻ കാളൻ വെക്കണതേ നേന്ത്രക്കായ മാത്രം വെച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വലിയൊരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ വട്ടത്തിലുള്ള ഉപ്പേരി വറുക്കാനൊക്കെ ഇതുപോലെ തോല് നീക്കൂലോ, അതുപോലെ ഈ കായയുടെ തോല് മാത്രം നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് കായയുടെ തോല് കളഞ്ഞതിന് ശേഷം നെടുകെ ഛേദിക്കുക, എന്നിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. അതായത് 2 പീസാക്കിയിട്ട് ഇങ്ങനെ മുറിക്കാമെന്ന്. അപ്പോൾ നമ്മൾ നെടുകെ ഛേദിച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴേ അല്പം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യണത് നല്ലതാട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് അത് ഷേപ്പ് മാറാതിരിക്കാനാണ്. അതേ ഷേപ്പിൽ തന്നെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് അത് കഞ്ഞിവെള്ളത്തിലോ മഞ്ഞപ്പൊടി വെള്ളത്തിലോ അരിക്കാടി വെള്ളത്തിലോ കുറച്ച് നേരം വെക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു മൺപാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം. നമുക്ക് കായ മാത്രം യൂസ് ചെയ്തും ചേന മാത്രം യൂസ് ചെയ്തും കാളൻ ഉണ്ടാക്കാം കേട്ടോ. ഇനി രണ്ടും സമാസമം എടുത്തിട്ടും നമുക്ക് കാളൻ ഉണ്ടാക്കാം. അപ്പോഴേ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് അടുപ്പ് കത്തിച്ച് ഞാൻ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തു. ജാറിലേക്ക് 2 വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പോളം ചെറിയ തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അരപ്പിലേക്ക് വേണ്ടത് നല്ല ജീരകമാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഒരു സ്പൂൺ കണക്കിന് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ അല്പം ഒരു നുള്ള് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒരു നുള്ള് കടുകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊരു സീക്രട്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇത് വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് ആദ്യം അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തൈരാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. പുളിയുള്ള തൈരാണ്. അപ്പോൾ ആ തൈര് ചേർത്തിട്ടാണ് ഞാൻ ഇത് വെണ്ണ പോലെ അരച്ചെടുക്കണത്. ജാറിലേക്ക് തൈരും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേവിക്കുന്നതിൽ മഞ്ഞപ്പൊടി ചേർക്കേണ്ട. ഇങ്ങനെ ചേർക്കുമ്പോഴേ കളറ് നിലനിൽക്കുള്ളൂ. എന്നിട്ട് ഇതുപോലെ വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ. നല്ല മഷി പോലെ വെണ്ണ പോലെ എന്നൊക്കെ പറയാം. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കായ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വീണ്ടും അല്പനേരം കൂടെ ഒന്ന് മൂടിയിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യം അടച്ചും തുറന്നായിട്ട് ഇത് വേവിക്കാൻ വെച്ചു. ഏകദേശം കായ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മൂടിയിടേണ്ട ആവശ്യമില്ല കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നല്ല ഫ്ലേവറാണ് കേട്ടോ. നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ കായം പൗഡർ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 സ്പൂണോളം കായം പൗഡർ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിനെ കണക്കാക്കിക്കൊണ്ടുള്ള കായം കഷ്ണം ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു കഷ്ണം കായാണ് കേട്ടോ ചേർക്കണത്. കായം കഷ്ണം വേണമെങ്കിൽ നമുക്ക് തുടക്കം മുതലേ ചേർക്കായിരുന്നു, വിരോധമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കായ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നമ്മുടെ കായ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആ മിക്സിയുടെ ജാറിലുള്ള അംശം 2-3 ടേബിൾ സ്പൂൺ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചിറ്റി കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കുറുകണ വരെ, എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവണ വരെ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പും കായ കഷ്ണങ്ങളൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഒരു സ്പൂൺ കണക്കിന് ശർക്കര പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശർക്കര പൊടിച്ചത് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കാതെയും ഇരിക്കാം കേട്ടോ. എന്തായാലും ഈ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം മധുരം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ശർക്കര പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനി വാങ്ങിയെടുക്കാം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, പാത്രം മൺപാത്രം ആയതുകൊണ്ട് ഇനിയും കുറുകും, വല്ലാതെ കുറുകേണ്ട
ആവശ്യമില്ല. ഇനി നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ഒരു താളിപ്പ് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിൽ യഥാക്രമം ആവശ്യത്തിനുള്ള കടുകും അതുപോലെ തന്നെ ഉലുവയാണ് നമ്മൾ ഇതിൽ പൊട്ടിച്ച് കാച്ചേണ്ടത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉലുവയും കൂടെ ചേർത്ത് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അല്പം വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വളരെ അല്പം മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ വളരെ അല്പം ഒരു നുള്ള് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കരിയാതിരിക്കാനാണ് സ്റ്റൗ ഓഫ് ചെയ്യാൻ പറഞ്ഞത്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല നമ്മൾ എന്താ പറയുക, സദ്യയൊക്കെ നടക്കണ സമയത്ത് ആ ഒരു പാചകശാലയിൽ പോകുമ്പോഴുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുക. കാരണം നെയ്യും ഒക്കെ കൂടെ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ അപ്പം തന്നെ പാത്രം ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് സെർവ് ചെയ്യണ നേരത്ത് നമുക്കിത് പിന്നെ മിക്സ് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തത്. അടിപൊളി അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് കളർ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.